ഹലോ, ഹായ് മുത്തുമണീസുകളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ നമ്മൾ കുറച്ച് പച്ചക്കറി തൈ നടാൻ കേട്ടോ. അപ്പോൾ ഒന്ന് നടാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മളിൽ നടാൻ വേണ്ടിയിട്ടുള്ള ചാക്കും കാര്യങ്ങളൊന്നുമില്ല. ചാക്ക് 2 ഉള്ളൂ. കുറച്ച് തൈകളായിട്ട് ഉണ്ടായും ചെയ്തിനി. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ഇങ്ങനത്തെ നമ്മൾ ഒഴിവാക്കിയ കുപ്പികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കടയിൽ നിന്നൊക്കെ മിഠായികളൊക്കെ കുപ്പികളാട്ടോ, എന്താണ് ബബിൾഗമൊക്കെ ഉള്ളത്, അങ്ങനത്തെ കുപ്പികൾ എടുത്തിട്ട് ഞാൻ അതിലേക്ക് നടാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് സ്ഥലം കുറവാണ് കേട്ടോ. അപ്പോൾ സ്ഥലം കുറവുള്ളവർ എന്ത് ചെയ്യണം, ഇതുപോലത്തെ ഒക്കെ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, നമ്മൾ ഒഴിവാക്കിയ വേസ്റ്റ് പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, അതിലൊക്കെ അങ്ങോട്ട് നട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ നടാനെടുത്ത് വെച്ച പാത്രങ്ങളാണ് കേട്ടോ ഇതൊക്കെ. നമ്മളെ വേസ്റ്റ് ഉള്ളത്, പിന്നെ കുപ്പികൾ, 2 ചാക്ക് കേട്ടോ. ഇതിലൊക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യണം, മണ്ണ് നിറച്ചിട്ട് നമുക്ക് ഇതിലേക്കൊക്കെ നടാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് മണ്ണ് ഞങ്ങൾ കൊണ്ടുപോയിട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ച് തരുന്നുണ്ട് കേട്ടോ. എനിക്കിതിങ്ങനെ നല്ലോണം യോജിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് കാക്ക തന്നെ ഒക്കെ റെഡിയാക്കി തരുന്നുണ്ട് എനിക്ക്. അപ്പോൾ നോമ്പായപ്പോൾ ചെറിയൊരു ക്ഷീണം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ പണിയൊക്കെ എടുക്കാനൊക്കെ ഒരു ഭയങ്കര മടി. എന്നാലും നമുക്ക് എന്താ, നമ്മളെ കയ്യിലെ തൈ ഉണ്ടല്ലോ, പച്ചക്കറീൻ്റെ തൈയൊക്കെ, അതൊക്കെ നടണമല്ലോ, നട്ടാലാണല്ലോ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ മടിച്ച് നിന്നിട്ട് കാര്യമില്ല, ഇതൊക്കെ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചാട്ടെ. അപ്പോൾ ഞാൻ ഈ പാത്രമൊക്കെ ഒന്ന് നന്നായിട്ട് ഇങ്ങോട്ട് കഴുകി എടുക്കട്ടെ കേട്ടോ. ഇതിലൊക്കെ ചളിയായിട്ട് എന്നൊക്കെ നമ്മളിങ്ങനെ ഒഴിവാക്കി തന്നിട്ട് ഓരോരുത്തർ, അപ്പോൾ അങ്ങനെ എടുത്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതിൽ നടാലോ എന്ന് വിചാരിച്ചിട്ട്. ഒക്കെ അങ്ങനെ ചെറിയ പൊട്ടുകളുണ്ട്. അപ്പോൾ ഒക്കെ കുപ്പിയൊക്കെ ഒന്ന് കഴുകി ഇങ്ങോട്ട് വൃത്തിയാക്കി ഇങ്ങോട്ട് എടുത്താൽ എന്താണ് വേറൊരു ഭംഗി തന്നെയാണല്ലോ. പിന്നെ നമ്മൾ അടിച്ചു വാരി ഇവിടെ തന്നെ ഇങ്ങനെ ഇലകൾ കൂട്ടി വെച്ചത് കേട്ടോ. അതിങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ അടിഭാഗത്തേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ നമുക്കിങ്ങനെ മണ്ണിട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ അതോടെ ഇങ്ങനെ ചാക്കിലും നമ്മളെ കുപ്പികളിലും ഒക്കെ ഇങ്ങനെ ഇങ്ങോട്ട് നമ്മൾ കൈയിനോട് തന്നെ ആക്കി എടുക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ കുളിക്കണം. അപ്പോൾ പിന്നെ കൈയൊക്കെ നല്ലോണം കഴുകിയാൽ മതി. പിന്നെ ഗ്ലൗസ് ഉണ്ടെങ്കിൽ കൈക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലതാട്ടോ. അപ്പം എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ കൈയിനോടെ തന്നെ ഇങ്ങോട്ട് ആക്കിയെടുത്തത് കേട്ടോ. പിന്നെ അത് മണ്ണ് നല്ലോണം യോജിപ്പിച്ചെടുത്തത് തന്നെയാണ് ഇനി. പിന്നെ ഞാനൊന്ന് ചെറിയ രീതിയിൽ ഒന്നിട്ട് ഇളക്കിയെന്നേ ഉള്ളൂ. അപ്പം നമ്മളെ ടിന്നുകളിൽ ഞാൻ ടിന്നിൻ്റെ മുകൾ ഭാഗം ഇങ്ങോട്ട് കട്ട് ചെയ്തില്ല കേട്ടോ. ഇതിലേക്ക് ഞാൻ വെണ്ട നടാമെന്നാണ് വിചാരിച്ചത്. പിന്നെ കട്ട് ചെയ്യണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ കട്ട് ചെയ്യാതെ ഒന്ന് നട്ട് നോക്കിയാൽ എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്കറിയാലോ. അപ്പോൾ ഞാൻ ഓരോ കുപ്പിയിലും എല്ലാതിലും ഇങ്ങനെ മണ്ണ് നിറച്ചുകൊണ്ട് നിൽക്കാം കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, ഞങ്ങൾക്ക് റാഹത്തായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ നോമ്പൊക്കെ ആണല്ലോ, പിന്നെ ദ്വാലൊക്കെ എല്ലാവരും പ്രത്യേകം ഉൾപ്പെടുത്താം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദ്വാല ഉൾപ്പെടുത്താം കേട്ടോ. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്ത് വീഡിയോ കാണുക. പിന്നെ നമ്മളെ വീഡിയോയിൽ എന്താണ് പോരായികളുള്ളത് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു തരണം കേട്ടോ. കമൻ്റായിട്ട് നിങ്ങളൊക്കെ ഒന്ന് അറിയിക്കേണ്ടി. നമ്മൾ ചെറിയൊരു കുഞ്ഞ് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ്, നമ്മൾ ഫസ്റ്റ് ടൈമൊക്കെ തുടങ്ങിയതാണല്ലോ. അപ്പോൾ എന്തൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ടാവും. നമ്മൾ വലിയൊരു അങ്ങനത്തെ വലിയ ചാനലും കാര്യമൊന്നുമല്ലല്ലോ, ചെറിയൊരു കുഞ്ഞ് ചാനലാണല്ലോ നമ്മളത്. അപ്പോൾ നിങ്ങൾ കാണുന്നവരൊക്കെ എന്താണ് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു തരുമ്പോഴാണ് നമുക്ക് എന്താണ് കൂടുതൽ അറിവുകളും കിട്ടുക, എന്തൊക്കെ ചെയ്യേണ്ടത്, മാറ്റങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുന്നുണ്ടോ എന്നൊക്കെ അറിയണമല്ലോ. അപ്പോൾ ഇതുപോലൊക്കെ എല്ലാവരും ഒന്ന് നട്ടു നോക്കേണ്ടി. നമ്മൾ ഒഴിവാക്കി പൊട്ടിയ പാത്രങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അതിലൊക്കെ ഓരോ തൈകളൊക്കെ ആയിട്ട് നട്ടാറുണ്ടല്ലോ, എന്തായാലും പച്ചമുളക്, വെണ്ട, തക്കാളി അതൊക്കെ വേഗം പിടിക്കുന്നതാട്ടോ. പിന്നെ അതിൻ്റെയൊക്കെ പിന്നെ ഇലകളിലേക്കൊക്കെ എന്തെങ്കിലും ഇങ്ങനെ പ്രാണികളൊക്കെ വരും. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അതിനുള്ള മരുന്നുകളൊക്കെ അടിച്ചു കൊടുക്കുക കേട്ടോ. മരുന്ന് ഒക്കെ നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കാൻ പറ്റും കേട്ടോ. ഞാൻ എല്ലാത്തിലും ഇങ്ങനെ ഇതുപോലെ മണ്ണ് നിറച്ച് റെഡിയാക്കി വെച്ചിനെ. ഇനി ഞാൻ കുറച്ചൊന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമ്മളെ തൈകൾ നടാം. ഇതുപോലെ ഞാൻ ഒരുപാട് ടിന്നുകളിൽ ഇങ്ങനെ നട്ട് വെച്ചിന് കേട്ടോ. അപ്പോൾ വെണ്ടയൊക്കെ നല്ലോണം പൂവിട്ട് അതിന്മേൽ കായ് ഉണ്ടാവാനായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്താലും അത് നിങ്ങൾക്ക് കാണിച്ചു തരണമല്ലോ. അതല്ല, എന്നാലല്ലേ നിങ്ങൾക്ക് അറിയുള്ളൂ. ഇത് നടുന്നത് മാത്രം പോരല്ലോ, ഉണ്ടാവുണ്ടോ അല്ലേ നിങ്ങൾക്ക് അറിയണ്ടേ. അപ്പോൾ അത്യാവശ്യത്തിനുള്ളതൊക്കെ ഉണ്ടായിന്. നമുക്ക് നോമ്പിനൊരു വെള്ളുപേറി വെക്കണമെങ്കിൽ അതിനുള്ളത് ചീരയൊക്കെ അപ്പം നമ്മളെ കയ്യിലുണ്ടായിന് കേട്ടോ. അതൊരു സന്തോഷം. അതൊന്നും നമുക്കൊരു പൈസ എടുത്ത് വാങ്ങേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് നമ്മളെ തൈകൾ കേട്ടോ. അപ്പം ഇനി നമുക്ക് ഓരോ തൈകളും ഇതുപോലെ ഇങ്ങനെ കുഴിയെടുത്തിട്ട് അതിലേക്ക് കേട്ടോ നട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് താഴ്ച തന്നെ നിന്നോട്ടെ കേട്ടോ. നമ്മളെന്താണ് ഈ തക്കാളി തഴിയൊക്കെ, തക്കാളിയും വഴുതനയൊക്കെ നല്ലോണം പകുതി ഭാഗവും മണ്ണിൻ്റെ അടിയിലേക്ക് അങ്ങോട്ട് പോവുകയാണ്. അതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ എന്താണ് കാരണം എന്ന് വെച്ചാൽ വേരുകൾ ഇങ്ങോട്ട് തിങ്ങിതായിക്കോളും. മുകൾ ഭാഗത്തേക്ക് അധികം പകുതി ഭാഗവും മണ്ണിൻ്റെ അടിയിലേക്ക് പോവുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് നമ്മളെ ഉണ്ടായിന തൈകൾ എന്ന് പറഞ്ഞാൽ വഴുതനയും
തക്കാളി തൈ കേട്ടോ ഉള്ളത്. അതൊക്കെ ഒന്ന് നീ നട്ട് പിടിപ്പിക്കുക. ഇതൊക്കെ ഉഷാറായിട്ട് ഉണ്ടാവും കേട്ടോ, ഉറപ്പാണ് ഉണ്ടാവും എന്നുള്ളത്. ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കേണ്ടി എല്ലാവരും ഒന്ന്. അപ്പോൾ ഇപ്പം പച്ചക്കറീൻ്റെയും ചെടീൻ്റെയും ഒക്കെ ഒരു സീസൺ ടൈം ആണല്ലോ. നിങ്ങളൊക്കെ എന്തൊക്കെയാണ് നട്ടത് ഉള്ളതൊക്കെ നിങ്ങളൊന്ന് കമൻ്റായിട്ട് അറിയിക്കേണ്ടിട്ടോ. ഒരുവിധ ആൾക്കാരൊക്കെ നട്ടിന്. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ടെറസിൻ്റെ മുകളിലാട്ടോ വെക്കൽ. ഇവിടെ വെച്ചിട്ട് എന്താണ് കോഴികളെ ശല്യം ഉള്ളതുകൊണ്ടേ കോഴികൾ ചിക്കി ഇങ്ങനെ ഇടങ്ങറാക്കും. അപ്പം നമുക്ക് എന്തെങ്കിലും ടെറസിൻ്റെ മുകളിൽ വെച്ചാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അത്യാവശ്യം നമുക്കുള്ള സ്ഥലത്ത് വെച്ച് നമുക്ക് നല്ലൊരു കൃഷി തന്നെ ആക്കാട്ടോ. അപ്പം നമുക്ക് ടെറസിൻ്റെ മുകളിലുള്ള പയറിനൊക്കെ വള്ളി വെച്ച് കൊടുക്കണം. വള്ളിയൊക്കെ ഉഷാറായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. അതൊക്കെ ഇനി റെഡിയാക്കണം. എന്നിട്ട് ഓരോന്നോരോ ദിവസം ചെയ്താലുണ്ടല്ലോ ഒരു മനസ്സിന് വല്ലാത്തൊരു സുഖമാണ്, സന്തോഷമാണ്. ടൈമില്ല എന്നിങ്ങനെ പറഞ്ഞ് നിൽക്കുന്നവരൊക്കെ, ടൈം എല്ലാവർക്കും എല്ലാത്തിനും ഒരു ടൈമുണ്ട്. എല്ലാവർക്കും ഒരു മടി കാരണം കൊണ്ടാണ് ആരും ഒന്നും ചെയ്യാതെ നിൽക്കുന്നത് കേട്ടോ. ഫസ്റ്റ് നമ്മളെ മടി ഇങ്ങോട്ട് ഒഴിവാക്കണം. മടി ഒഴിവാക്കിയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് പിറ്റേ ദിവസം നമുക്ക് ഉണ്ടാക്കണം എന്നുള്ളത് തോന്നുക. അപ്പോൾ ഒരു പച്ചമുളകൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടല്ലോ നമുക്കതിൽ എന്തെന്നില്ലാത്തൊരു സന്തോഷം. ഇപ്പം തന്നെ നിങ്ങളിത് നോക്കി നോക്കി, നമ്മളിതുപോലെ ടിന്നുകളിലും ഇതിലൊക്കെ നട്ടിട്ട് തന്നെ ഇത് ഭംഗിയിലെ കാണാൻ. ഇതിലുണ്ടാകുമ്പം തന്നെ അതിനാട്ടും ഭംഗി. അതിമെന്നൊക്കെ ഒരു കായ് ഇങ്ങോട്ട് പറിക്കുമ്പോൾ ഉണ്ടല്ലോ അതിനുള്ള ഒരു ഭയങ്കര സന്തോഷം തന്നെ കേട്ടോ. അപ്പം നമുക്ക് ഇതിനുള്ള വളങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. നമ്മൾ കിച്ചണിലുള്ള പച്ചക്കറീൻ്റെ അതൊക്കെ ഉണ്ടല്ലോ അതൊന്നും ഞാൻ ഒഴിവാക്കിയല്ല. അതൊക്കെ ഞാനൊരു ബക്കറ്റിലേക്ക് ഇട്ട് മൂടി വെക്കലാണ്. അതൊക്കെ നമുക്ക് ആഴ്ചയിൽ ഓരോ ദിവസം ഇങ്ങനെ എടുത്തിട്ട് നമുക്കിങ്ങനെ ഒഴിച്ച് കൊടുക്കല കേട്ടോ. നല്ല വളമാണ് അതൊക്കെയാണ്. ഇതിനെപ്പോലെ കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട് അതിൻ്റെ ശേഷം നമുക്ക് അത് നല്ലോണം കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ട് പിന്നെ നല്ലോണം അര ബക്കറ്റ് വെള്ളത്തിൽ കഞ്ഞിവെള്ളം എടുക്കുക. പിന്നെ ബക്കറ്റ് ഫുള്ള് വെള്ളം എടുത്തിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് നമ്മളിതിന് പച്ചക്കറിക്കൊക്കെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഉഷാറിൽ തന്നെ ഉണ്ടാവും കേട്ടോ. ഇതാ ഞാനെല്ലാം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ നട്ട് പിടിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് ഇങ്ങോട്ട് അറിയിക്കേണ്ടിട്ടോ. ആദ്യമായിട്ട് നമ്മളെ വീഡിയോസൊക്കെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് വീഡിയോ കാണുക, നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇങ്ങനത്തെ നമ്മൾ ഒഴിവാക്കിയ ബോക്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ നടുക. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞാൽ മതി. എവിടെ നമ്മളടുത്താണെങ്കിൽ നമ്മളെടുത്ത് വന്ന് കൊണ്ടുവന്ന് ഇങ്ങനത്തെ ഓരോന്ന് നട്ട് ഇങ്ങനത്തെ ഓരോന്ന് കാണിച്ച് തരുന്നുണ്ട് കേട്ടോ. സ്ഥലമില്ലാത്തവർക്ക് പറ്റിയൊരു ഐഡിയ ആണ് കേട്ടോ ഇങ്ങനത്തെ ഓരോന്ന് ചെയ്യാന്ന് പറയുന്നത്. നമുക്കുള്ള സ്ഥലത്ത് വെച്ചിട്ട് നട്ട് പിടിപ്പിക്കാമല്ലോ. ഇങ്ങനെ ഉണ്ട് നട്ടിട്ട് ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് റെഡിയാക്കി വെച്ചിന്. ഇനി നമുക്ക് ഇതിൻ്റെ സ്ഥാനത്തേക്ക് നമുക്ക് കൊണ്ടുപോയി വെക്കണം കേട്ടോ. ടെറസിൻ്റെ മുകളിൽ വെക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ഓരോന്നോരോന്നായിട്ട് നമുക്ക് മുകളിലേക്ക് കയറ്റണം. നമ്മളെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് അറിയിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബായ്.